സർ. നന്നായിരുന്നു കേട്ടോ, വെരി ഗുഡ്. താങ്ക് യു സർ. മഞ്ജുഷയ്ക്ക് ചുരുക്കത്തിൽ ഞാൻ പറയാം, കുറച്ച് അക്ഷരസ്ഫുടത കുറവായിരുന്നു. കാരണം ക്ലാരിറ്റി ഇല്ല പാടുമ്പോഴത്തേക്ക് കേട്ടോ, കുറെ സ്ഥലങ്ങളില്. അതുപോലെ പോരൂ നീയൻ ജീവനിൽ, ആ പോർഷൻ പാടിക്കും. അത് നേരത്തെ പാടിയപ്പോ അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഏതോ രാഗം, ഏത് രാഗം പാടണമെന്നാണ്, അല്ല ക്ലാരിറ്റി ഇല്ല. ഞാൻ ഏതോ രാഗം എന്നാണ് എഴുതിയിരിക്കുന്നത്, വ്യക്തമാവുന്നില്ല. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അത് മെയിനായിട്ട് എഴുതിയിരിക്കുന്ന അക്ഷരസ്ഫുടതയും ഇതുപോലത്തെ ഇതിന്റെ കുറച്ച് ശ്രുതിയുടെ പ്രോബ്ലം. വിദ്യക്ക് വന്നിരിക്കുന്നത് ആദ്യത്തെ ആ അകാരം പാടുന്നില്ലേ, അതിനൊരു വ്യക്തത ഇല്ലായിരുന്നു, ക്ലാരിറ്റി ഇല്ലായിരുന്നു. അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ എന്താണ്? വാർക്കുഴലിൽ. ഒന്നുകൂടെ ഓപ്പൺ ആയിട്ട് പാടിക്കും. വാർക്കുഴലിൽ. ഓക്കെ ഓക്കെ. പിന്നെ കുങ്കുമം, ദിവാസ്വപ്നം, പിന്നെ ലാസ്റ്റിലുള്ള ഒരു അകാരം പാടി വിട്ടല്ലോ, അതിന്റെ എൻഡ് പോയായിരുന്നു. അതെന്താണെന്ന് പാടിക്കും. അത് ഒരു എവിടോ കൊണ്ടുവിട്ടു, കാരണം ഒരു വ്യക്തമായിട്ടൊരു സ്ഥലത്തല്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഡാൻസസ് ഒക്കെ വളരെ നന്നായിരുന്നു. വെരി ഗുഡ്. ചേച്ചി. മഞ്ജുഷ വിദ്യാശങ്കർ നന്നായിരുന്നു. രഞ്ജിനി പറഞ്ഞതുപോലെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് രണ്ടുപേര്, നല്ല ക്യൂട്ടായിരിക്കുന്നു. പാട്ട് നന്നായിരുന്നു, കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു പാട്ട് കേൾക്കാനായിട്ട്. താങ്ക് യു. ചിത്ര ചേച്ചി. വിദ്യ മഞ്ജുഷ ചേച്ചി, നല്ലൊരു സോങ് സെലക്ഷൻ, നിങ്ങൾ നന്നായിട്ട് പാടുകയും ചെയ്തു കേട്ടോ. താങ്ക് യു ചേച്ചി. എനിക്കൊരു മഞ്ജുഷ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു ഷെഡ്യൂളിൽ എനിക്കൊന്ന് ഈ പാട്ടിലോട്ടാണെന്ന് തോന്നുന്നു. ആണോ? സത്യം. അതിന്റെ വ്യത്യാസം അതിനകത്ത് കാണാനുണ്ട് കേട്ടോ മോളെ. ഞാൻ ആകെ എനിക്കൊന്ന് വളരെ കുറച്ച് സ്ഥലങ്ങളെ മോളുടെ എഴുതിയിട്ടുള്ളൂ. തെളിഞ്ഞു ആ സംഗതി ക്ലാരിറ്റി, അവിടെയൊക്കെ സ്പീഡ് കൂടി പോണം. അത് മഞ്ജുഷയുടെ എപ്പോഴും സ്ഥിരമായിട്ടുള്ള സ്റ്റാമ്പാണ് അതൊക്കെ. ശ്രീയേകും അവിടെ ഇതുപോലെ കുറച്ച് ആ സ്പീഡ് കൂടുതൽ. പിന്നെ എനിക്ക് ലാസ്റ്റ് പലവിലത്തെ ദ്വാദശിയിൽ കുറച്ച് ശ്രുതി പോയി. ഇത്രയും ഞാൻ മഞ്ജുഷയുടെ എഴുതിയിട്ടുണ്ട്. ചരണം 2 നന്നായിരുന്നു കേട്ടോ. വിദ്യയുടെ വാർക്കുഴലിൽ തുടങ്ങിയത് എനിക്കൊരു നോട്ട് തെറ്റാണ്, തുടങ്ങുന്ന നോട്ട് അതെ. അത് പിന്നെ മുത്തുമാല അതിന്റെ ആ ക്ലാരിറ്റി, മഞ്ഞണിയും, പിന്നെ തെളിഞ്ഞു നീൻ മെയ്യഴക്, അവിടെ നനഞ്ഞല്ലോ, ഇങ്ങനെ കുറെ സ്ഥലത്ത് ശ്രുതി പോയിട്ടുണ്ട് വിദ്യക്ക് കേട്ടോ. ബാക്കിയെല്ലാം ശരിക്കും ടോട്ടൽ ആയിട്ടുള്ള ഒരു ഇത് നോക്കുമ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. ശരത് സാർ. വിദ്യ മഞ്ജുഷ നന്നായിരുന്നു. പെട്ടെന്ന് കേൾക്കുമ്പോൾ 2 പെൺകുട്ടികളാണെന്ന് തോന്നുന്നു, വിദ്യയും മഞ്ജുഷയും. പിന്നെ മഞ്ജുഷ ആലാപ്പ് കുറച്ചും കൂടെ ശരിയാക്കായിരുന്നു. പിന്നെ ദ്വാദശിയിൽ പാടും പാരാകെ ഞാനും എഴുതി വെച്ചിരുന്ന ഹൈ സ്പീഡ് എന്നാണ്, തേനലയായി. പിന്നെ മോള് പാടിയ ചില എക്സ്പ്രഷൻസ് ഒക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു ചിലതൊക്കെ പാടിയത്. പിന്നെ ഏത് രാഗം പാടണം, രാഗം പാടിയത് ശ്രുതി ചേർന്നാൽ മതി കേട്ടോ. പിന്നെ വിദ്യ ദ്വാദശി ഇത് ശ്രുതിയാണ്. പിന്നെ ചേച്ചി പറഞ്ഞ ഒരു പ്രധാനമായിട്ടുള്ള ആ മുത്തുമാല സംഗതി, അത് വിദ്യ ശരിയാക്കിക്കോണം കേട്ടോ. കാരണം ഒന്നും വരാതില്ല, നിങ്ങളൊക്കെ നല്ല പാട്ടുകാരല്ല, അങ്ങനെ വരാതൊന്നും ഇരിക്കത്തില്ല ഒരു സംഗതി, ഈസി ആയിട്ട് വരും. പ്രാക്ടീസ് ചെയ്താൽ, മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. അതാണ് എനിക്ക് തോന്നിയത്. കാര്യം വിദ്യാക്കാലം ഒരു പണവട മുന്നിലായിരുന്നു മഞ്ജുഷ ഇതില് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ഓക്കെ, സോ മഞ്ജുഷയുടെ മാർക്സ്. ചിത്ര ചേച്ചി on 30. മഞ്ജുഷയ്ക്ക് 25. 25. ശ്രീയേട്ട 25. ശരത് സാർ 25. And finally Menaka ചേച്ചി out of 10. 9 on 10. 75 plus 9, 84. 84 മാർക്സ് ആണ് മഞ്ജുഷയ്ക്ക് ഈ റൗണ്ടിൽ ജഡ്ജസ് നൽകിയത്. വിദ്യയുടെ മാർക്സ് ഡെഫിനറ്റ്ലി ലെസർ ദാൻ 84. We've decided that. ചേച്ചി out of 30. 25. 25. ശ്രീയേട്ട 25. Thank you, sir. ശരത് സാർ 24. Okay. Thank you, sir. And Menaka ചേച്ചി out of 10. Same. 9. Thank you. 83. 83 മാർക്സ് ആണ് വിദ്യയ്ക്ക്, 84 ആണ് മഞ്ജുഷയ്ക്ക്. ആൻഡ് വിത്ത് ദാറ്റ് നിങ്ങളുടെ ഈ സ്റ്റേജിലെ പെർഫോമൻസ് അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ഡ്യുവറ്റ് പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദയവായി SMS അയക്കുക. മഞ്ജുഷയ്ക്ക് വേണ്ടി SMS അയക്കേണ്ട ഫോർമാറ്റ് ISS സ്പേസ് മഞ്ജുഷ MANJUSHA. താങ്ക് യു. വിദ്യ ചേട്ടന് വേണ്ടി SMS ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് വിദ്യ.